നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവര് കയറി കാണുക. അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് ചന്ദ്രമതി ആകെപ്പാടെ വിഷമിച്ച് വന്ന് വാതുക്കളിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്ക് സുധി വന്നിട്ട് ചോദിച്ചു, ഇതെന്താ അമ്മ ഇവിടെ വന്നിക്കുന്നേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണോടാ? ആ സച്ചിന്റെ അവധിയും കൂടെ എങ്ങോട്ട് പോയതാന്ന് അറിയത്തില്ല, അവരെപ്പോ വരുമെന്നും അറിയത്തില്ല. ആകെപ്പാടി ഒരു ടെൻഷനാ. എന്റെ അമ്മേ, ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതേടാ, നിനക്കൊരു കാര്യമില്ല, പക്ഷെ എനിക്കുണ്ട്. എങ്ങാനും കള്ളത്തരം പിടിക്കപ്പെടുമെന്ന് വല്ല പണയം വെക്കാനോ പോയെങ്കിൽ ഇന്നത്തോടു കൂടി നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അമ്മ ഇങ്ങനെ ബാക്കിയുള്ളവരും കൂടെ ടെൻഷൻ എടുപ്പിക്കാതെ ഇങ്ങോട്ടേക്ക് വാ. അതും പറഞ്ഞിട്ട് സുധി അങ്ങോട്ടേക്ക് കയറിപ്പോയി. ഇത്തിരി കഴിഞ്ഞപ്പോൾ രേവതി സച്ചിയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ കാറിൽ വന്ന് കാറിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും സച്ചിയുടെ അടുത്തേക്ക് രേവതി ഓടിച്ചിട്ട് പറഞ്ഞു, ഇതേ സച്ചിയേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വീട്ടിലേക്ക് കയറിച്ചിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അറിയാലോ, അച്ഛമ്മയുടെ പിറന്നാളും കാര്യങ്ങളോ അത് കഴിയുന്നോടം വരെയെങ്കിലും എനിക്ക് തന്ന വാക്ക് മാറ്റരുത്. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, എനിക്ക് അവനെ കണ്ടു കഴിയുമ്പോൾ ദേഷ്യം വരും. അവനെ കണ്ടിട്ടുണ്ടെ പിന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്റെ സമനില തെറ്റൂന്ന് പറയാ. രേവതി പറഞ്ഞു, തൽക്കാലത്തേക്ക് എങ്ങനെയാണ് സച്ചിയാണൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അവനെ പിടികൂടാ. അതിന് ഒരു സാവകാശമൊക്കെ വേണ്ടേ? കാരണം അച്ഛമ്മയുടെ പിറന്നാൾ കുളവായി പോയിട്ടുണ്ടെങ്കിൽ അച്ഛനും എല്ലാവർക്കും വലിയ സങ്കടമാവൂലേ? ഒടുവില് ഒരു വിധത്തില് സച്ചിയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് രേവതി മുറ്റത്തേക്ക് വരുവാണ്. അപ്പോഴേക്കാണ് ആ കാഴ്ച കാണുന്നത്. അവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്തോണ്ട് രവീന്ദ്രനും ശ്രീകാന്തും വർഷമൊക്കെ ഉണ്ട്. രവീന്ദ്രൻ ശ്രീകാന്തനോട് പറഞ്ഞു, എടാ ഇങ്ങനെയാണോ അത് വെക്കുന്നത്? നേരെ വെക്കടാ. നേരെ വെച്ചെങ്കിലല്ലേ കാണാനും ഭംഗിയുള്ളൂ. സമ്മതിച്ചു. പിന്നെ ഒരു കാര്യമുണ്ട്. ദേ, അമ്മയുടെ പിറന്നാളിന് ഹാപ്പി ബർത്ത്ഡേന്ന് ലൈറ്റിലൊക്കെ എഴുതിയ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതും കൂടെ സെറ്റ് ചെയ്യണം. അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിച്ചു, ലൈറ്റിൽ എഴുതിയോ? അതെ, നല്ല മിന്നിത്തിളങ്ങുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിപ്പോ നീ കണ്ടിട്ടില്ലേ, ട്രെൻഡിങ് ആന്നൊക്കെ പറയാം. ഓ അത് എന്ന് വർഷ പറഞ്ഞു. അങ്ങനെ അവരിതെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് സച്ചിയും രേവതിയും കാണുന്നത്. ആഹാ, നിങ്ങൾ അവിടെ നിൽക്കണം, ഇങ്ങോട്ട് വാന്ന് പറയണം. അതെ അച്ഛന് വയ്യാത്തല്ലേ, അച്ഛൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. എടാ, എന്റെ അമ്മയുടെ പിറന്നാളിനല്ലേ, എന്റെ അമ്മയുടെ പിറന്നാളിന് വേണ്ടിയിട്ട് ഞാനല്ലേ ചെയ്യണ്ടേ? ഞാനല്ലേ മകന്, പിന്നെ വേറെ ആരാ അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നത്? ഇത്രയെങ്കിലും എനിക്ക് അമ്മയ്ക്ക് വേണ്ടി ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ ഓടി നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണം. ആ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പം രേവതി സച്ചിയോട് പറഞ്ഞ്, കണ്ടില്ലേ എല്ലാവരും എത്ര സന്തോഷത്തിലാന്ന്. സച്ചിക്ക് മനസ്സിലായി, താൻ എന്തേലും കാര്യം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം ഈ വീട്ടിലെ എല്ലാ സന്തോഷങ്ങളും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവും. ആ സമയത്ത് ശ്രുതി അവിടെ മാറി നിന്നിട്ട് അവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കുമാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത്. സച്ചിയെ രേവതിയും കണ്ടു കഴിഞ്ഞപ്പത്തിന് ചന്ദ്രമതി പാഞ്ഞെടുത്തോട്ട് വന്നിട്ട് രേവതി വിളിച്ചു, നീ ഇത് എവിടെ പോയി കിടക്കണം ഇത്ര സമയമായിട്ടു? അല്ല, ഇവിടെ ആഹാരം ഒന്നും ഉണ്ടാക്കണ്ടേ? ഇവിടെ ആർക്കും ഒന്നും കഴിക്കണ്ടേ എന്ന് ചോദിച്ചു കഴിയുമ്പത്തിന് സച്ചിക്ക് ദേഷ്യം വന്നു. സച്ചി പറഞ്ഞു, ഇതെന്താ രേവതിക്ക് മാത്രം കൈയുള്ളോ? ബാക്കി ആർക്കും ഇവിടെ കയ്യില്ലേ? സ്വന്തമായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കി കഴിക്കാൻ മേലായിരുന്നു. രവീന്ദ്രൻ പറഞ്ഞു, പോട്ടടാ, നീ ഒന്ന് സമാധാനപ്പെട് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിക്കോളാം സച്ചേട്ടാ. സച്ചേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലേ? രേവതിക്ക് അറിയാം. പിന്നീട് ചന്ദ്രമതി പറഞ്ഞു, അമ്മേ ഞാൻ വന്ന് ആഹാരം ഉണ്ടാക്കിക്കോളാം, അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയാം. പക്ഷെ എന്നാലും സച്ചിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സച്ചിക്കാണെങ്കിൽ സുധിയുടെയും ചന്ദ്രമതിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇത്രയും വലിയ ചതി ചെയ്തിട്ട് കൂസലില്ലാതെ അവർ നിൽക്കുന്ന കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നല്ലോ, അപ്പുറം ആടുന്നല്ലോ. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അല്ല നീ ഇത്ര സമയത്ത് എവിടെ പോയി കിടക്കുമായിരുന്നു? രവീന്ദ്രൻ പറഞ്ഞു, ഇതേ ചന്ദ്രേ, നിന്നോട് പറഞ്ഞു അവരെവിടെയെങ്കിലും പോയിട്ട് വന്നോട്ടെ, നീ അതറിയേണ്ട കാര്യമില്ല. വർഷ പറഞ്ഞു, മനസ്സിലായി, ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയതായിരുന്നല്ലേ? അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ച, ഗിഫ്റ്റാ? അല്ല, അച്ചമ്മയ്ക്ക് ഗിഫ്റ്റ് മേടിക്കാൻ പോയതാന്ന് തോന്നുന്നു രണ്ടുപേരും കൂടെ. രവീന്ദ്രൻ പറഞ്ഞു, ആഹാ, ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയതാണ്ടാ സച്ചി? അല്ല, അത് പിന്നെ അച്ഛാ ഞങ്ങള് മനസ്സിലായി, സർപ്രൈസ് ഗിഫ്റ്റ് ആയിരിക്കും, അതായിരിക്കും നമ്മളോട് ആരോടും പറയാത്തെന്ന് ശ്രീകാന്ത് പറഞ്ഞു. അതുകൂടെ കേട്ടിഞ്ഞിപ്പം സച്ചിക്കും രേവതിക്കും ഭയങ്കര വിഷമായി. ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ, പക്ഷെ എല്ലാവർക്കും ആ ഒരു പ്രതീക്ഷയും കാര്യങ്ങളാണ്. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, ഗിഫ്റ്റ് എന്ത് കുന്തേലും ആട്ടെ, പക്ഷെ നീ അടുക്കളയിലേക്ക് ഒന്ന് ഉണ്ടാക്കാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് കയറിപ്പോയി. എനിക്ക് നല്ല തലവേദന ഒന്ന് കിടക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആ സമയം തന്നെ ശ്രുതി അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോ ശ്രുതി പറഞ്ഞു, അല്ല ശ്രുതി ഇത് എങ്ങോട്ടാ പോന്നേ? ഇവിടെ നിൽക്കുക, ഇതൊക്കെ ഒന്ന് കെട്ടാൻ കൂട്, എനിക്ക് കുറെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അക്കൗണ്ട്സോ? പഴയ അക്കൗണ്ട്സ് ഒക്കെ നോക്കിയതാണല്ലോ, ഇപ്പൊ ഏതാ? അതെ, ഇന്നലത്തെ അക്കൗണ്ട്സാ, അതെനിക്ക് നോക്കണം എന്നും പറഞ്ഞുകൊണ്ട് പോയി. അങ്ങനെ ആ വാതിൽപ്പടിയിലൂടെ എത്തിയപ്പോ ഒന്ന് സച്ചിയെ തിരിഞ്ഞു നോക്കുവാണ്. ഒരു പേടിയോട് കൂടിയിട്ടാ സച്ചി ഇങ്ങനെ അവനെ തന്നെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. സച്ചിക്ക് മനസ്സിലായി അവന്റെ മുഖത്തൊരു കള്ളത്തരം ഫീൽ ചെയ്യുന്നുണ്ട്, അവന്റെ മുഖത്തൊരു പേടിയുണ്ടെന്നുള്ള കാര്യം. അപ്പൊ ഇവൻ തന്നെയാണ് കുറ്റവാളി എന്ന് സച്ചിക്ക് മനസ്സിലായി. ഒരു ഇത്തിരി സമയം സച്ചി ആ നിപ്പങ്ങ് നിൽക്കുകയാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ വന്നിട്ട്, നീ എന്നാടാ ഇങ്ങനെ നിൽക്കുന്നേ? നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കണെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് സച്ചിക്കൊരു ബോധോദയം ഉണ്ടായത്. അതെ, പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടത്തണം. ആ സമയം സച്ചി അവിടെ കിടന്നൊരു ബലൂൺ എടുത്തു. ബലൂൺ എടുത്തങ്ങോട്ട് വീർപ്പിച്ചു. സച്ചിയുടെ മനസ്സിങ്ങനെ പ്രഷർ കുക്കർ പോലെ ഇങ്ങനെയാണ് വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ആ ബലൂൺ നന്നായിട്ട് അങ്ങോട്ട് വീർപ്പിച്ചു. ഒടുവിൽ അത് പൊട്ടിപ്പോയി.
ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി. ശ്രീകാന്തും വർഷയും രവീന്ദ്രനും അല്ല. രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ? അത്രയും വീർപ്പിക്കേണ്ട കാര്യമുണ്ടോ? വെറുതെ എന്തിനാ അത്രയും വീർപ്പിക്കുന്നേ? ആവശ്യത്തിന് മാത്രം വീർപ്പിച്ചാ പോരെ. അതുകൊണ്ടല്ലേ അത് പൊട്ടിപ്പോയത്. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അതെ, അതിപ്പം മനുഷ്യയാണെങ്കിലും ശരി, ഓവറായിട്ടുണ്ടെങ്കിൽ, നമുക്ക് സ്ട്രെസ് താങ്ങാതെ വന്നിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പൊട്ടൂന്ന് പറയണം. നീ എന്തൊക്കെയാടാ പറയണേ? അത് പിന്നെ ഒന്നുമില്ല അച്ചാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, സച്ചിയാണ് ഇങ്ങോട്ട് വരാനും പറഞ്ഞ് കയ്യിലേക്ക് പിടിച്ചു. ദേ നീ വിട് രേവതി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി എന്ത് ചെയ്ത് അവിടെ കിടന്ന് വേറെ അലങ്കരിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ട് അങ്ങോട്ട് മാറി അലങ്കരിക്കാൻ പോയി. ആ സമയത്ത് ശ്രീകാന്തിനോടും വർഷയോടുമായിട്ട് രവീന്ദ്രൻ പറഞ്ഞു, അവൻ അവന്റെ ജോലി ചെയ്യട്ടെ, നിങ്ങളിത് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക. പക്ഷെ രേവതിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതെങ്ങനെയായി തിരുന്നറിയത്തില്ല. സച്ചേട്ടൻ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത്. ഏത് നിമിഷം വേണം പൊട്ടിത്തെറിക്കാം. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ കാണിച്ചത്. ആ ബലൂൺ വേണമെങ്കിൽ സ്വാഭാവികമായിട്ട് സാധാരണഗതി വീർപ്പിക്കത്ര വീർപ്പിച്ചാൽ മതി. പക്ഷെ സച്ചേട്ടൻ അതുപോലും ചിന്തിക്കുന്നില്ല. ഏതോ ശ്രുതിയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ദേഷ്യപ്പെട്ട് വീർപ്പിച്ചുകൊണ്ടാണ് അതൊക്കെ പൊട്ടിപ്പോയത്. അതൊക്കെ ഓർത്തപ്പോൾ രേവതിക്കും ഭയങ്കര ടെൻഷനായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതി മുറിയിലേക്ക് വന്നു. ഈ സമയത്ത് ശ്രുതി ഫോണിലൊക്കെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ശ്രുതി വന്നു കഴിഞ്ഞ ഉടനെ ശ്രുതി പെട്ടെന്ന് ചോദിച്ചു, അല്ല സച്ചി എന്തിയെ? സച്ചി അവിടെ ഉണ്ടോന്ന് ചോദിക്കുക. സച്ചി അവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. എന്താ? ഒന്നുമില്ല. അല്ല എന്താ സച്ചിയെ കുറിച്ച് ചോദിക്കുന്നത്? ഞാൻ കുറച്ച് സമയമായിട്ട് ശ്രദ്ധിക്കുന്നു. ശ്രുതിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. മുഖമൊക്കെ വെളറി വെളുത്തിട്ടുണ്ട്. എന്തേലും സച്ചിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബാത്ത് ടവലും എടുത്തോണ്ട് നേരെ ബാത്റൂമിലേക്ക് അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് ശ്രുതിയോടത്ത് എന്ത് പറ്റിയതായിരിക്കും? അപ്പോഴാണ് ശ്രുതിയുടെ ഫോൺ ബല്ലടിക്കുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോ ആദ്യം വിളിക്കുന്നത്. അങ്ങനെ കോളെടുത്തോ. പറയാണ്. അമ്മേ, എനിക്കാണെങ്കിൽ അമ്മയെ കാണാൻ തോന്നുന്നുണ്ട്. ഇപ്പോഴോ? അതേന്ന് എനിക്ക് കാണാൻ തോന്നുക. പതുക്കെ ശബ്ദം താഴ്ത്തിയാണ് ആ സമയത്ത് ശ്രുതി സംസാരിക്കുന്നത്. കാരണം ബാത്റൂമിലാണ് ശ്രുതിയുള്ളത്. എങ്ങാനും കേട്ടാലോ. അതെ, അമ്മയ്ക്ക് ഇപ്പൊ വരാൻ പറ്റില്ല മോനെ. അതെ, ഒരു സന്തോഷ വാർത്തയും കൂടെ പറയാനുണ്ട്. എന്താ സന്തോഷ വാർത്ത? എനിക്ക് മാത്സിന് നല്ല ഫുൾ മാർക്കുണ്ട്. മാത്സിന് ഫുൾ മാർക്കോ? അതെ, മുമ്പൊക്കെ ഞാൻ അത്രയൊന്നും മേടിച്ചിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടാ ടീച്ചർ എന്നെ കൺഗ്രാസ് ചെയ്തു. കൊള്ളാലോ, മിടുക്കനാണല്ലോ. അതെന്തുകൊണ്ടാണെന്നറിയാവോ എനിക്ക് അത്രയും മാർക്ക് കിട്ടിയത്? ഇപ്പൊ ഞാൻ എൻ്റെ അമ്മയാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ. എനിക്ക് മുമ്പേ അമ്മയില്ലായിരുന്നല്ലോ. പക്ഷെ ഇപ്പൊ എനിക്കറിയാം എൻ്റെ അമ്മ ആരാന്നുള്ള കാര്യം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ടീച്ചർ പറഞ്ഞിനി എല്ലാ തവണത്തെ പരീക്ഷയ്ക്ക് ഇങ്ങനെയൊക്കെ വാങ്ങണമെന്ന്. അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും വാങ്ങാൻ പറ്റും. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അമ്മയുണ്ടല്ലോ മോനെ. അതെ, അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് കാണാൻ വരുമോ? നല്ല സന്തോഷമുള്ള ദിവസമല്ലേ? അതെ, അമ്മയ്ക്ക് ഇന്ന് വരാൻ സമയമില്ല, കുറച്ച് തിരക്കില്ല. അമ്മ പിന്നെ ഒരു ദിവസം വരാമെന്ന് പറയണം. അപ്പോഴേക്കും കഥകൾ തുറക്കുന്ന ശബ്ദം കിട്ടും. പെട്ടെന്ന് പറഞ്ഞു, ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രുതി കോള് കട്ട് ചെയ്തു. ആ സമയം ശ്രുതി വന്നിട്ട് ചോദിച്ചു, അല്ല ആരാ ഫോണിൽ കൂടെ? ആരാ വിളിച്ചെന്നൊക്കെ ചോദിച്ചു. അതൊരു കസ്റ്റമറാ വിളിച്ചേ. കസ്റ്റമറോ? അതെ കസ്റ്റമർ. പിന്നെ ഞാൻ പാർലറില്ലാന്നൊക്കെ പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ. അല്ല, അച്ചമ്മയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ ശ്രുതി? ഗിഫ്റ്റ് കൊടുക്കാൻ എന്ത് ഗിഫ്റ്റ്? അതിന്റെ ഒന്നും ആവശ്യമില്ല. അതെന്ത് വർത്താനോ ശ്രുതി പറയണേ? എല്ലാരും ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മളും എന്തെങ്കിലും കൊടുക്കണ്ടേ? ഓ, ഇപ്പൊ എന്ത് കൊടുക്കാനായിട്ട്? വല്ല സാരി ഒരെണ്ണം മേടിച്ചു കൊടുക്കാം. അന്ന് സാരി കൊടുത്താല് സാരിയൊക്കെ മതി. അതിനൊക്കെ ഇതൊക്കെ ഉള്ളൂ. അല്ലാതെ വലിയ വിലയുടെ വേറെ ഗിഫ്റ്റ് ഒന്നും മേടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ശ്രുതി കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല. ശ്രുതിക്കറിയാം പറഞ്ഞിട്ടുണ്ടെങ്കിലും കേൾക്കത്തില്ലെന്ന്. കാരണം ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ശ്രുതിക്ക് പ്രാണ സങ്കടമാണ്. സ്വന്തമായിട്ട് എന്ത് തരികട വേണമെങ്കിലും കാണിക്കുന്നതിന് കുഴപ്പമില്ല. അന്നെങ്കിൽ വേറെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനൊക്കെ ആയിരുന്നു ശ്രുതിക്ക് ആഗ്രഹം. പക്ഷെ ശ്രുതി അതിന് സമ്മതിച്ചതുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ശ്രീകാന്ത് മുറിയിലേക്ക് വരുമ്പോ വർഷ ഫോണിനകത്തേക്ക് ഭയങ്കരമായിട്ട് സെർച്ച് ചെയ്യുവാണ്. അല്ല, നീ എന്താ കുറെ സമയമല്ല സെർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട്? അതെ, ഞാനൊരു സംഭവം നോക്കുക. എന്ത് സംഭവം? ഈ ഫോൺ ഇഷ്ടപ്പെട്ടോ നോക്കുക. അപ്പൊ വേറെ ഫോൺ മേടിക്കാനാ വീണ്ടും അല്ലേ? നീ ഫോൺ മേടിച്ചിട്ട് അധികം നാളൊന്നും ആയില്ലല്ലോ. അത് പഴയ ഫോണൊന്നും അല്ലോ, നിന്റെ പുതിയ ഫോണല്ലേ? എനിക്കല്ല ശ്രീകാന്തെ. പിന്നെയോ? അതെ, ഇത് അച്ചമ്മയ്ക്കാ. അച്ചമ്മയ്ക്കോ? അച്ചമ്മയ്ക്ക് എന്തിനാ ഇപ്പൊ ഫോണ്? അച്ചമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ബെസ്റ്റ്. അച്ചമ്മേന് സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കുവോ? പിന്നെ അച്ചമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി. അച്ചമ്മയ്ക്ക് അതൊക്കെ മനസ്സിലാവും. അച്ചമ്മയ്ക്ക് അത് ഉപയോഗിക്കാനൊക്കെ അറിയാം. നമ്മൾ വാങ്ങിച്ചു കൊടുത്താലല്ലേ അച്ചമ്മ ഉപയോഗിക്കുള്ളൂ. ഞാൻ കഴിഞ്ഞ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അച്ചമ്മയ്ക്ക് സിനിമ കാണാനും സീരിയൽ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടം. ഫോണിനകത്തേക്ക് അച്ചമ്മയ്ക്ക് കാണാമല്ലോ. അപ്പൊ അങ്ങനെ, അതാണ് കാര്യം. അല്ല, ഞാനിത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ശ്രീകാന്ത് എന്നാ കൊടുക്കുന്നത്? ഞാനിങ്ങനെ ആലോചിക്കും എന്താ കൊടുക്കണ്ടേന്ന്. ഒരു കാര്യം ചെയ്യാം, എന്നെ കൊണ്ട് പറ്റുന്ന പണി ഞാൻ ചെയ്യാം. അതെന്താ? അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യൽ ആയിട്ടൊരു കേക്ക് അങ്ങ് ഉണ്ടാക്കും. കേക്കോ? സ്പെഷ്യൽ കേക്കോ? അതെന്താ? അല്ല, ഷുഗർ ഫ്രീ കേക്ക് ഉണ്ടാക്കാം. ഷുഗർ ഫ്രീ കേക്കോ? അതെങ്ങനെ? അതൊക്കെ ഉണ്ടാക്കാം. അതിനൊക്കെയുള്ള മാർഗമൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? അതെന്റെ സർപ്രൈസ് ഗിഫ്റ്റ് ആയിരിക്കും അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട്. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് രേവതി അടുക്കളയിൽ തിരക്കിട്ട് ജോലിയായിരുന്നു. അപ്പോഴേക്കുമാണ് ലക്ഷ്മി അമ്മയൊക്കെ വിളിക്കുന്നത്. ലക്ഷ്മി അമ്മ വിളിച്ച് രേവതിയോട് സംസാരിക്കുന്ന സമയത്ത് രേവതി പറഞ്ഞു,
അമ്മേ നാളെ അമ്മ ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറയണം. എന്താ മോളെ? നാളെ അച്ഛമ്മയുടെ 80-ാം പിറന്നാളാ. ആഹാ അത് കൊള്ളാലോ. അപ്പോഴേക്കും ദേവ് പറഞ്ഞു, ആ 80-ാം പിറന്നാളാണെങ്കിൽ ആഘോഷിക്കുന്നില്ലേന്ന് ചോദിക്കണം. പിന്നെ ആഘോഷിക്കുന്നുണ്ടോന്നോ? ഇവിടെ എല്ലാരും കൂടെ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പൊ ദേവുവിനെയും കൂട്ടിക്കൊണ്ട് നാളെ ഇങ്ങോട്ട് വരണം. അത് കേട്ട് കഴിഞ്ഞപ്പം ലക്ഷ്മി പറഞ്ഞു, ശരി ആയിക്കോട്ടെ മോളെ വരാം. പക്ഷേ ഞങ്ങള് എന്താ വാങ്ങിക്കൊണ്ട് വരണ്ടേ? അപ്പോഴേക്കും സച്ചിയ ഫോണും കൂടെ വാങ്ങി. ഇതേ അമ്മേ ഒന്നും വാങ്ങിച്ചോണ്ടൊന്നും വരണ്ട, രണ്ടുപേരും കൂടെ വന്നാൽ മാത്രം മതി. അറിയാലോ, പിന്നെ വന്ന് പറയാണ്ട് സമയം കിട്ടാത്തോണ്ടാ. അങ്ങനെയൊന്നും വിചാരിച്ചേക്കരുത്. അങ്ങനെയൊന്നും വിചാരിക്കുക പോലും വേണ്ട. ഇതേ നമ്മുടെ കുടുംബത്തിലൊരു കാര്യമില്ലേ, ഞങ്ങൾ വെറുതെക്കാരൊന്നും അല്ലല്ലോ. കുടുംബത്തിലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ക്ഷണിക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നേക്കാം. ഇനി പ്രത്യേകിച്ച് വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി രേവതിയിലേക്ക് ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു, അമ്മ ഒന്നും വാങ്ങിക്കണ്ടെന്ന് പറയണം. പക്ഷേ അങ്ങനെ വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാതെ വരാൻ പറ്റുമോ? ശരി മോള് വെച്ചോളാൻ പറയണം. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പം ദേവ് പറഞ്ഞു, അല്ല രേവതി ചേച്ചി സച്ചേണ്ണൊക്കെ അങ്ങനെ പറഞ്ഞാലും നമുക്കൊന്നും മേടിക്കാതെ വെറും കൈയോടെ പോകാൻ പറ്റില്ലല്ലോ അമ്മേ. അത് ശരിയാ, ഒരു കാര്യം ചെയ്യാം, നല്ലൊരു സാരി വാങ്ങിച്ചു കൊടുത്താലോ? അല്ല ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സെറ്റ് സാരി സെറ്റ് മുണ്ടും അല്ലേ, ഒന്നെങ്കിൽ നല്ലൊരു സെറ്റ് സാരി വാങ്ങിച്ചു കൊടുക്കുക. എങ്ങനെയുണ്ട്? അത് ശരിയാ, പക്ഷേ എങ്കില് അവൻ വരുമോ ശരത്ത്? ശരത്തിനെ കൊണ്ടുപോകാതിരിക്കുന്നതായിരിക്കും അമ്മ നല്ലത്. അറിയാലോ, ഇനിയിപ്പൊ ശരത്തിനെ കൊണ്ട് പോയിട്ട് അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനിപ്പോ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാകത്തില്ലേ? നല്ലൊരു ചടങ്ങിന് പിന്നെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയെന്നാവത്തില്ലേ? വേണ്ട, വെറുതെ ശരത്തിനെ വിളിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ ആ തീരുമാനങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും രേവതിയോട് സച്ചി പറഞ്ഞു, കണ്ടില്ലേ അവരൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാനും ഒരുങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ രേവതി വാങ്ങിച്ചു കൊടുക്കുന്നത്? മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ സാധനം മേടിച്ചു കൊടുക്കാനും പറ്റിയില്ല. രേവതി പറഞ്ഞു, ഒന്ന് സമാധാനപ്പെടെ. എങ്ങനെ സമാധാനം വരും? അവൻ ഒറ്റയൊരുത്തം കാരണം. ഇപ്പൊ അവനെ പോയി ശരിക്കും കാരണത്തിനിട്ട് 4 പൊട്ടിച്ച് ഉള്ള സത്യാവസ്ഥയ്ക്ക് എല്ലാവരോടും പറയുകയോ ചെയ്യണ്ടേ? ശ്രുതി കാരണം ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ഒന്ന് സമാധാനപ്പെട് സച്ചേട്ടാ, ഇപ്പൊ ഒരു പ്രശ്നത്തിനൊന്നും പോവണ്ട, ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പൊ സ്വർണം വാങ്ങിച്ചു കൊടുത്തില്ലെന്ന് ഓർത്തുണ്ട് പ്രശ്നമൊന്നുമില്ല, നമുക്ക് വേറെന്തെങ്കിലും വഴി നോക്കാം. വേറെ എന്ത് വഴിയാ രേവതി? അല്ല അച്ഛമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന എന്തൊരു സമ്മാനം മേടിച്ചു കൊടുക്കാം. എങ്ങനെ? അതിന് പൈസ വേണ്ടേ? അല്ല അച്ഛമ്മയുടെ മനസ്സിനാണെങ്കിൽ വേറെന്തെങ്കിലും സമ്മാനം സച്ചിയുടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വർണം അല്ലാതെ വേറെന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോന്ന്? അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം തന്നെയല്ലേ, നമുക്ക് ആലോചിക്കാം. പക്ഷെ സച്ചിക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നി. സച്ചി പറഞ്ഞു, ഇനിയിപ്പോ ഈ അവസാന നിമിഷത്തിൽ എന്ത് ചെയ്യാനാ? രേവതി പറഞ്ഞു, എന്തേലും ഒരു മാർഗം തെളിഞ്ഞ് കിട്ടാതിരിക്കില്ല. സച്ചിയുടെ ധൈര്യമായിട്ടിരിക്കുക. ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ടൊന്നും ഇപ്പൊ പോണ്ട. അതൊക്കെ പറഞ്ഞ് സച്ചി ഒന്ന് സമാധാനിപ്പിച്ചു. അങ്ങനെ പിറ്റേ ദിവസമായി അച്ഛമ്മ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ അച്ഛമ്മ ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സച്ചി അച്ഛമ്മയെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് അങ്ങോട്ട് ചെന്നു. അങ്ങനെ ചെന്ന് അച്ഛമ്മ കാറിൽ കയറിയിട്ട് സച്ചിയുടെ മുഖമൊന്നും തെളിയാതിരിക്കുന്നുണ്ടപ്പം അച്ഛമ്മ ചോദിച്ചു, അല്ല ഇതെന്ത് പറ്റിയടാ നിന്റെ മുഖത്ത്? കടന്നൽ കുത്തിയത് പോലെ ഇരിക്കുന്നേ? ഒന്നുമില്ല അച്ഛമ്മേ, എനിക്കറിയാം ഞാൻ വന്നതിന്റെ സന്തോഷമൊന്നും കാണുന്നില്ല. എന്താടാ എന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ അച്ഛമ്മ എന്ത് വർത്താനാ പറയണേ? അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കുവോ? ഞാൻ അച്ഛമ്മയെ അങ്ങനെയാണോ കാണുന്നേ? പിന്നെന്താടാ നിനക്ക് എന്താ ഒരു വിഷമമൊന്നുമില്ല അച്ഛമ്മേ. ഇന്നലെ കുറച്ച് ലേറ്റായി കിടന്ന് ഉറങ്ങിയപ്പം ഇന്നലെ രാത്രി ഓട്ടം ഉള്ളതുകൊണ്ടേ അതാ ഇങ്ങനെ ഇരിക്കുന്നത്. ഓ അങ്ങനെയാണല്ലേ. ഞാൻ കരുതി ഇനിയിപ്പം എന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന ഇഷ്ടപ്പെട്ടില്ലാത്ത അതുകൊണ്ടായിരിക്കും. സച്ചിക്കാണ് സങ്കടം വരുന്നുണ്ടായിരുന്നു. പാവം അച്ഛമ്മയ്ക്ക് തനിക്ക് ഗിഫ്റ്റ് ഒന്നും മേടിച്ചു കൊടുക്കാത്തതിന്റെ ഉള്ള വിഷമം തനിക്കെന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? അത് മാത്രമല്ല ആ ശ്രുതി ചെയ്ത കള്ളത്തരം അതാണ് തന്റെ മനസ്സിൽ നിന്ന്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ സച്ചിക്ക് അറിയാതെ കണ്ണു നിറഞ്ഞു വന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.